ഇനി നമ്മൾ പോകുന്നത് കൽപ്പറ്റയിലേക്കാണ്. അവിടെ മണിയങ്കോട് ക്ഷേത്രത്തിലും വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുകയാണ്. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി. സമീർ, വിശദാംശങ്ങൾ പറയൂ. കൽപ്പറ്റയിൽ നിന്ന്, മണിയങ്കോട് ക്ഷേത്രത്തിൽ നിന്ന്. വയനാട് ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലുമൊക്കെ വിദ്യാരംഭം ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. വലിയ തിരക്ക് വിവിധ ഇടങ്ങളിൽ കാണാനാകുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മണിയങ്കോട് ക്ഷേത്രത്തിലാണ്. ഇവിടെയും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. വിശേഷാൽ പൂജയും അതുപോലെ തന്നെ വാഹന പൂജ, ഗ്രന്ഥമെടുപ്പ്, ഒപ്പം തന്നെയാണ് വിദ്യാരംഭ ചടങ്ങുകളും പുരോഗമിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്നായിക്കൊണ്ട് കുരുന്നുകളുമായി അവരുടെ രക്ഷിതാക്കളും അതുപോലെ തന്നെ അച്ഛനും അമ്മമാരും ഒപ്പം തന്നെ മുത്തച്ഛനും മുത്തശ്ശിമാർ ഉൾപ്പെടെയുള്ളവരും ഇവിടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ആദ്യാക്ഷരം കുറിക്കുകയാണ്. നാവിൽ ആദ്യാക്ഷരം കുറിക്കുന്നു. പിന്നീട് അരിയിൽ ഹരിശി എഴുതിക്കൊണ്ട് അവിടെ അക്ഷരലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. കുരുന്നുകൾ കരഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ ഏതാനും പേര് ചിരിച്ചുകൊണ്ടുമൊക്കെയാണ് ഇവിടേക്ക് എത്തുന്നത്. അവിടേക്ക് ഒരു വ്യത്യസ്തമായ കാഴ്ചകളൊക്കെയാണ് നമുക്ക് ഓരോ നിമിഷങ്ങളും കാണാനാകുന്നത്. അത്യാവശ്യം തിരക്ക് നമുക്ക് ഇപ്പോഴും ഇവിടെ കാണാനാകുന്നുണ്ട്. മോളൂസെ എഴുതാൻ വന്നതല്ലേ? പേരെന്താ? ആഷിക. എവിടുന്നാ വരുന്ന? മടക്കിമല. മോള് ചിലരൊക്കെ സംസാരിക്കാൻ വിമുഖത കാണിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നിരവധി വിദ്യാർത്ഥികൾ, നിരവധി കുരുന്നുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അവിടെ അധ്യക്ഷം കുറിക്കാനായിക്കൊണ്ട് 2 അധ്യാപകരുടെ നേതൃത്വത്തിലാണ് മണിയങ്കോട് ക്ഷേത്രത്തിലെ ഈ എഴുത്തിനിരുത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. SKMJ സ്കൂളിലെ അധ്യാപകരാണ്. അവിടുന്ന് വിരമിച്ച 2 അധ്യാപകർ, പ്രീത അതുപോലെ തന്നെ അനിത, 2 അധ്യാപകരാണ്. മാം, അപ്പോൾ വലിയൊരു തിരക്കിന് കുറവ് വന്നിട്ടുണ്ട്. വലിയൊരു തിരക്കിന് ഇപ്പോൾ കുറവ് വന്നിട്ടുണ്ട്. അതെ. എത്ര വർഷമായി ഇവിടെ എഴുത്തിനിരുത്തുന്നത്? ഞാനിത് 2ാമത്തെ വർഷമാണ് ഇവിടെ എഴുത്തിനെത്തുന്നത്. കഴിഞ്ഞ വർഷം ആദ്യമായിട്ടായിരുന്നു എഴുത്തിനെത്തിയത്. അങ്ങനെ വിവിധയിടങ്ങളിൽ വിദ്യാരംഭ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടത് കൽപ്പറ്റ മണിയങ്കോട് ക്ഷേത്രത്തിൽ നിന്നുള്ള കാഴ്ചകളൊക്കെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.